തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് ഇന്ന് നിർണായക ദിനം. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീലിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കും. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിയാൽ ആന്റണി രാജുവിന് MLA തിരികെ എത്താൻ കഴിയും. അതേസമയം അപ്പീൽ തള്ളിയാൽ പിന്നെ അടുത്ത 6 വർഷത്തേക്ക് മത്സരിക്കാനുമാകില്ല. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമണി ചേർന്നു. പ്രശാന്ത്, ആന്റണി രാജുവിന് ഇന്ന് നിർണായക ദിനമാണ്. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീലിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. എപ്പോഴാണ് കോടതി നടപടി ആരംഭിക്കുക? വിവരങ്ങൾ. അമൽ, 3 കൊല്ലം തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ പിഴയും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി രാജു സമർപ്പിച്ച ഉപഹർജിയിലാണ് ഇന്ന് തീരുമാനമുണ്ടാകുക, വിധിയുണ്ടാകുക. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ വിധി ഉണ്ടാകുന്നത്. തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് ആണ് ആന്റണി രാജുവിനെ 3 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും അതോടൊപ്പം തന്നെ പിഴയൊടുക്കണമെന്നടക്കമുള്ള ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. MLA സ്ഥാനത്ത് നിന്നും അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് നീക്കം ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെയാണ്, അതായത് ഈ ശിക്ഷാവിധിക്കെതിരെയാണ് ആന്റണി രാജു ഉപഹർജി സമർപ്പിച്ചത്. ആ ഉപഹർജിയിന്മേലാണ് ഇന്നിനി വിധി പറയുക. ഈ വിധി ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായിരിക്കും. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ ഹർജിയിൽ ആന്റണി രാജുവിന് അനുകൂലമായിട്ട് വിധിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ നിലവിലെ വിധി റദ്ദാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആന്റണി രാജുവിന് തിരികെ MLA സ്ഥാനം ലഭിക്കും. അതോടൊപ്പം തന്നെ ആന്റണി രാജുവിന് മത്സരിക്കുവാനുള്ള അയോഗ്യത മാറിക്കിട്ടും, മത്സരിക്കുവാനുള്ളൊരു സാഹചര്യവും വഴിയൊക്കെ ഒരുക്കുകയും ചെയ്യും. നേരെ മറിച്ചാണെങ്കിൽ, എതിരാണ് വിധിയെങ്കിൽ അത് തുടർന്നുള്ള 6 വർഷത്തേക്ക്, ഇനിയുള്ള 6 വർഷത്തേക്ക് ഈ അയോഗ്യത തുടരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. എന്തായാലും ഇതുകൊണ്ടൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായിരിക്കും ഈ ഒരു ശിക്ഷ, അതായത് ഈ ഒരു കോടതിയുടെ വിധി പ്രസ്താവം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ ഈ തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ടാണ് അതായത് ആന്റണി രാജു അഭിഭാഷകനായിരിക്കെ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചു എന്നതടക്കമുള്ള കേസ്, ആ കേസിലെ ആയിരുന്നു നിർണായക വിധി ഉണ്ടാകുന്നത്. 34 വർഷങ്ങൾക്ക് ശേഷമാണ് നിർണായകമായ വിധിയുണ്ടാകുകയും ആന്റണി രാജുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തത് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തുന്നത്. മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയതിനു ശേഷം 3 വർഷത്തേക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു. 2 പ്രതികളുണ്ടായിരുന്ന 2 പ്രതികൾക്കും ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇതിലാണ് ആന്റണി രാജു അപ്പീൽ പോയിരിക്കുന്നത്. ഈ കേസിലാണ് അപ്പീൽ പോയിരിക്കുന്നത്. അതിലാണ് ഈ വിധി വരാനിരിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി ആന്റണി രാജുവിൻ്റെ കേസ് പരിഗണിക്കും. ആ കേസിൽ വിധി ഉണ്ടാകുകയും ചെയ്യും. എന്തായാലും ആന്റണി രാജുവിനും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ നിർണായകമായൊരു ദിവസം തന്നെയാണ് ഇന്ന്. അമൽ. യെസ്, തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് ഇന്ന് നിർണായകമാണ്. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീലിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കും. വിവരം നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത്.